നന്ദകുമാർ ആ നോട്ടീസ് വായിച്ചായിരുന്നു. മനീഷ, എന്താണ് ലാസ്റ്റ് തീരുമാനം? എന്റെ ഉറച്ച തീരുമാനം തന്നെ. എനിക്ക് ഈ ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുവന്നതിന് യാതൊരു താല്പര്യമില്ല. അല്ല, ഈ മ്യൂച്വൽ ഡിവോഴ്സിനുള്ള കാരണം എന്താണ് മനീഷ? എനിക്ക് അയാളുടെ ഒരു താല്പര്യമില്ല, പ്രത്യേകിച്ച് ഒരു സന്തോഷവും ഇല്ല. വക്കീല്, കൊച്ചിന് ശനിയാഴ്ച അവൾക്ക് ജോലി കിട്ടിയത്. അവളുടെ കരിയർ ഗ്രോത്തിന് വേണ്ടി അവളുടെ ഇഷ്ടം പോലെ അവൾ ജോലിക്ക് പോയി. കൊച്ചിനൊക്കെ ഞാനേ ഉള്ളായിരുന്നു. എൻ്റെ കുടുംബസ്വത്ത് വിറ്റാണ് അവൾക്ക് വേണ്ടി ഞാൻ വീടും കാറും മേടിച്ചത്. കൊച്ചിനിപ്പോൾ 3-4 വയസ്സായി. അവളുടെ ഇഷ്ടം പോലെ ഞാൻ എല്ലാം ചെയ്തേക്കുന്നത്. ഇപ്പം ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? മനീഷ, അയാൾ എല്ലാ ഇഷ്ടത്തിനാണ് ചെയ്തെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കിക്കൂടെ? അതെ, മാഡത്തിന് ഇത് ബാധിച്ച് എനിക്ക് മ്യൂച്വലി ഡിവോഴ്സ് മേടിച്ചു തരാൻ പറ്റുമെങ്കിൽ മേടിച്ചു തന്നാൽ മതി. അതിനൊപ്പം ആൽമണി എനിക്ക് വേണം. അതല്ല ഇനി മാഡത്തിന് ബാധിക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. വേറെ വക്കീലിനെ ഞാൻ കണ്ടിട്ട് ഇയാൾ എന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിമിനൽ ഒഫൻസിൽ ഞാൻ ഇയാൾക്കെതിരെ കേസ് കൊടുത്തേക്കാം. നീ എന്തുദ്ദേശിച്ചാണ് എന്നെ കോടതി കയറ്റുമെന്ന് പറയുന്നത്? നീ എന്തുദ്ദേശിച്ചാടാ എന്നെ എടിപ്പൊടി എന്ന് വിളിക്കുന്നത്? ഞാനൊരു കേസ് കൊണ്ട് കൊടുത്താലേ ഞാൻ അതിജീവിതയാ, എന്റെ പേര് പോലും പുറത്തു വരത്തില്ല. പക്ഷെ നീയോ, നീ കേറി ഇറങ്ങേണ്ടി വരും. നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ മനീഷ കുറച്ചു നേരം ഒന്ന് പുറത്തിരിക്കും, ഞാനൊന്ന് സംസാരിക്കട്ടെ. എടോ, കാര്യത്തിന്റെ സീരിയസ്നെസ് ഇയാൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഈ കേസ് മ്യൂച്വലി പോയില്ലെങ്കിലും മനീഷ കൊണ്ടുവന്ന് ഏതെങ്കിലും ക്രിമിനൽ ഒഫൻസിൽ കൊടുക്കും. പിന്നെ ക്രിമിനൽ ഒഫൻസ് ആകുമ്പോൾ ഇയാൾ കയറി ഇറങ്ങേണ്ടി വരും. കൂടാതെ ഈ ആൽമണി, ഇയാൾ എന്ത് പറഞ്ഞാലും കോടതി അത് മനീഷയ്ക്ക് വിധിക്കും. ഇയാൾ അത് കൊടുത്തേ പറ്റുള്ളൂ. മാഡം, എൻ്റെ 5 പൈസ എടുക്കാനില്ല. ഉള്ളതെല്ലാം അവളുടെ പേർക്ക് എഴുതി വെച്ചത്. കോടതിയിൽ ഈ കേസ് പോയാലും ഞാൻ എൻ്റെ ഭാഗത്തല്ലേ മാഡം? കോടതിക്ക് ആണും പെണ്ണൊന്നും ഇല്ലല്ലോ. എടോ, എല്ലാ പുരുഷന്മാരും തെറ്റുകാരല്ല, അതുപോലെ എല്ലാ സ്ത്രീകളും ശരിയും അല്ല. പിന്നെ കോടതിയിൽ ചില സമയമെങ്കിലും ന്യായത്തിനെയും സത്യത്തിനെയും കാട്ടിയും വലുതായിട്ട് തെളിവുകളും സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസവും ഉണ്ട്. ഇന്നത്തെ കാലത്ത് റിസർവേഷനും ഇക്വാലിറ്റി ഒന്നാണെന്ന് വിശ്വസിക്കുന്ന സ്ത്രീകളാണ് ഭൂരിപക്ഷവും. ഇതിപ്പോൾ ആരോട് എന്ത് പറയാനാണ്? എങ്ങനെയൊക്കെ പോയാലും അവസാനം സ്ത്രീയുടെ ഭാഗത്ത് തന്നെയായിരിക്കും 90% വിജയവും. പുരുഷന്മാർ അതിൽ പെട്ടുപോകുന്നതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഫേസ് ചെയ്യാനേ മാർഗമുള്ളൂ.